പടിഞ്ഞാറൻ വിച്ച് തെരുവിൽ 2 യുവതികളായ സൂ, ജോൺസി എന്നിവരായിരുന്നു താമസം. അവർ കലാകാരികളായിരുന്നു. ജോൺസി മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നു. സൂ മാസികകളിൽ ചിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. ശൈത്യകാലത്ത് ജോൺസിക്ക് ന്യൂമോണിയ ബാധിച്ചു. അവൾ വളരെ ക്ഷീണിതയായി കിടക്കുകയാണ്. അവളുടെ ആരോഗ്യം കുറയുകയായിരുന്നു. മനസ്സിലൊന്നും ജീവിക്കണമെന്ന ആഗ്രഹം തന്നെ ഇല്ലാതായിരിക്കുന്നു. അവൾ ഒരു നാൾ പറഞ്ഞു, അവസാനം വള്ളിയിൽ ഒരു ഇല മാത്രം ബാക്കിയുണ്ട്. അതും വീണുപോയാൽ ഞാനുമിത് ലോകം വിടും. സൂ ഭയപ്പെട്ടു. അവൾ ഡോക്ടറെയും വിളിച്ചു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, ഈ രോഗിയിൽ ജീവിക്കണമെന്ന ആഗ്രഹം ഇല്ല, നിങ്ങൾക്കാവുന്നത് അവളിൽ ആത്മവിശ്വാസം കുഴിച്ചുവയ്ക്കുക മാത്രമാണ്. സൂ അതിനായി ശ്രമിച്ചു. പക്ഷേ ജോൺസി എല്ലായ്പ്പോഴും വള്ളിയിലേക്കാണ് നോക്കുന്നത്. ഓരോ ഇല വീഴുമ്പോഴും അവൾ മരണത്തെ അടുത്തുചേരുന്നു. ഒടുവിൽ വള്ളിയിൽ ഒറ്റ ഇല മാത്രം ബാക്കിയായി. അന്നെത്തന്നെ കനത്ത കാറ്റും മഴയും ഉണ്ടായി. സൂഡ് ഉറക്കത്തിൽ പോകുമ്പോൾ അവൾ എന്നോർത്തത്, ഇനി എക്കത് ഇല രാവിലെ ഇല്ലാതാവും. എങ്കിലും അത്ഭുതമായി രാവിലെ ജോൺസി ഉണരുമ്പോൾ ഇല അവിടെയുണ്ട്. ആ ഇല വീണില്ല. അതിനർത്ഥം എനിക്കും ജീവിക്കാനാവും. ഞാൻ ജീവിതത്തോട് നിഷ്ഠയോടെ സമീപിക്കും. അവളിൽ ഉന്മേഷം തിരിച്ചുവന്നു. അവൾ ആരോഗ്യവതിയായി. പക്ഷേ അവസാനത്തിൽ ഒരു ഞെട്ടിക്കുന്ന സത്യമാണ് വെളിപ്പെടുന്നത്. വയസ്സായ ചിത്രകാരനായ ബെഹ്ർമാൻ ജോൺസിക്ക് ആശയമായി കാണിച്ച ആ ഇലയിൽ പ്രതീക്ഷയുടെ ചിത്രം വരച്ചിരുന്നതാണ്. അതൊരു യഥാർത്ഥ ഇലയല്ല, ചിത്രം ആണെന്ന് സൂ മനസ്സിലാക്കുന്നു. ബെഹ്ർമാൻ അതിശീതത്തിൽ ആ ചിത്രം വരയ്ക്കുന്നതിനിടെ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു.